സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണ്. ഇന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി വയഊദൂന റിജാലുൻ മിനൽ ജിന്നി വസാദുഹും വാവില്ല യഊദൂന ബിജന്നി. ഓക്കേ, പറയാം, തെറ്റുപറ്റും. അത് ശിർക്കാണോ? ആ സംഭവം ശിർക്കല്ലേ? ശിർക്കാണ്. അത് എന്തുകൊണ്ടാണ് ശിർക്കായത്? അതെ, അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ബദരീങ്ങളെ മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് എന്നൊക്കെ വിളിക്കുന്ന ആ തരത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വിളി തന്നെയാണ് എന്ന് ആയത്ത് വ്യാഖ്യാനിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെ മുസ്ലിക്കുകൾ, മക്കയിലെ അറബികൾ, അവർ പലരെയും ആരാധിച്ചു. ഇബ്രാഹിം നബിയെ ആരാധിച്ചു, ഇസ്മായിൽ നബിയെ ആരാധിച്ചു, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിച്ചു, ജിന്നുകളെ ആരാധിച്ചു, മലക്കുകളെ ആരാധിച്ചു, കല്ലിനെ ആരാധിച്ചു, മരങ്ങളെ ആരാധിച്ചു, മറ്റു പലതിനെയും അവർ ആരാധിച്ചു. അങ്ങനെ ആരാധിച്ചിരുന്ന അറബികൾ തങ്ങളുടെ ആരാധ്യന്മാരെ തങ്ങളുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അവർ അവലംബമായി കാണുമായിരുന്നു. എന്തിനും ഏതിനും. എന്തൊരു യാത്ര പോവുകയാണെങ്കിൽ വരെ അവർ ലാത്തന്റെ മുന്നിൽ പോയിട്ട് അവിടുന്ന് ഖൈറും ഷറും ചോദിച്ച് തീരുമാനമാക്കിയിട്ട് അവർ പോകുള്ളൂ. അതൊരു ഭൗതിക കാര്യം, അതുകൊണ്ട് ശിർക്കല്ല നമ്മൾ പറയില്ല. ഒരു യാത്രക്ക് വരെ ഇബ്രാഹിം നബീന്റെ ബിംബത്തിന് മുന്നിൽ ചെന്നിട്ട് ഇബ്രാഹിം നബീന്റെ വിഗ്രഹത്തിൽ സ്ഥാപിക്കപ്പെട്ട ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുക്കും, കണ്ണും ചെമ്പിയിട്ട്. ആ അമ്പിലുണ്ടാവും ഖൈറ് അല്ലെങ്കിൽ ഷെറ് എന്ന് എഴുതി വെച്ചത്. ഓലനെ കൊണ്ട് എഴുതിച്ചതാ പണ്ട്. എന്നിട്ട് എടുത്ത അമ്പത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഖൈറ് എന്നാണെങ്കിൽ ഒരു യാത്ര പോകും, ഷെറ് എന്നാണെങ്കിൽ യാത്ര പോകൂല. അത്ര വരെ വിശ്വാസരംഗത്ത് അധപതിച്ച ജനതയാണ് മക്കത്തെ മുശ്രിക്കുകൾ. അവർക്ക് ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധ വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് ജിന്നുകൾ എന്ന് വിശ്വസിച്ചവർ അറബികളിൽ ഉണ്ട്. അള്ളാഹു തആല ജിന്നുകളോട്, ജിന്നിൽപ്പെട്ട സ്ത്രീയോട് വിവാഹം അന്വേഷിച്ചുവെന്ന് വിശ്വസിച്ചവർ ആ അറബികളെ കൂട്ടത്തിലുണ്ട്. ജിന്നുകളെ ഏതു രംഗത്തും ആരാധിക്കുന്ന, പൂജിക്കുന്ന, അവരെ ഔലിയാക്കളായി സ്വീകരിക്കുന്നവർ അവരെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പലരോടും സഹായം തേടുന്ന കൂട്ടത്തിൽ ജിന്നുകളോടും സഹായം തേടിയിട്ടുണ്ട്. ആ സഹായത്തേട്ടമാണ് ഇന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. കേരള ജംഇയത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറങ്ങിയ ജിന്നി പിശാച് റുഖിയ ശർഇയ എന്ന ഈ പുസ്തകം ആദ്യം ചുവപ്പ് ചട്ടിറങ്ങി, പിന്നെ ഈ കോലത്തിലിറങ്ങി, ഇത് സമ്മേളനത്തിൽ ഇറക്കിയ. ഇതിന്റെ 17-ാമത്തെ പേജിൽ പറഞ്ഞു. എന്നു മാത്രമല്ല, ചിലർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളോട് കാവൽ തേടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്നൊരു ആയത്ത് കൊടുത്തു. അപ്പൊ ജിന്നുകളെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് പോലും എത്തിച്ചേർന്നു. അവർ ചെയ്ത തേട്ടമാണത്. അത് എന്തിനാ തേടിയത്? അവർ ഒരു വിജയ പ്രദേശത്തിൽ പോകുമ്പോ ഒരു ജിന്നിങ്ങനെ ഇടങ്ങാറാക്കാൻ വരുമ്പോൾ അടങ്ങിക്ക് എന്ന് പറഞ്ഞതല്ല. അങ്ങനെയാണ് പലരുടെയും വ്യാഖ്യാനം കേട്ട തോന്നുക. ഒരിങ്ങനെ നടന്നു പോകുമ്പോൾ ജിന്നിങ്ങനെ വരിക, അപ്പൊ ഇങ്ങനെ തോന്നി, എന്നെ തോണ്ടോ, എന്നെ ഒന്ന് അടിക്കോ എന്നൊരു ബേജാറ്. അപ്പൊ അടിക്കലട്ടോ. ഇതല്ല അവിടെ സംഭവിച്ചത്. മറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാ വിശദമായി വിശദീകരിച്ചു. ഞങ്ങൾ നൽകിയ പ്രബന്ധത്തിൽ അത് പൂർണ്ണമായും എടുത്തു കൊടുത്തിട്ടുണ്ട്. അതില് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്, ഇത് ജിന്നുകളെ വാക്കാണല്ലോ. ജിന്നുകളും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായിട്ട് അവർ പിന്നെ പറഞ്ഞ പശ്ചാത്താപങ്ങളും അവർ തുടർന്ന് പറഞ്ഞ സത്യങ്ങളും അല്ലാഹു തആല നമുക്ക് പിന്നെ ആയത്താക്കി ഇറക്കി തരികയാണ്. അതിൽ അവര് പറഞ്ഞതാണെന്ത്? ജിന്നുകളോട് ഇൻസുകൾ കാവലിനെ തേടിയിരുന്നു, അത് ഞങ്ങൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചിരുന്നു. ഇതുപോലെ ജിന്നുകൾ പറയാ, ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് മനുഷ്യന്മാരെക്കാളും എന്തൊക്കെയോ സ്ഥാനമുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. ജിന്നുകൾ പണ്ട് വിശ്വസിച്ചത് എന്താ? ഞങ്ങളാണ് മനുഷ്യന്മാരെക്കാളും മേലെ. കാരണം എന്താ? ലിഅന്നഹും കാനൂ യഊദൂന ബിനാ, അവർ ഞങ്ങളോട് കാവലിനെ തേടുമായിരുന്നു, അവർ ഞങ്ങളുടെ അഭയം തേടുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസം എന്താ? ഞങ്ങളാണ് മനുഷ്യന്മാരെക്കാളും ഉഷാറ് എന്നാണ്. എന്നിട്ട് ആ സംഭവം എന്താന്ന് പറഞ്ഞു. إذا نزلوا واديا أو مكانا موحشا من البرار وغيرها كما كان عادة العرب في جاهليتها يعوذون بعظيم ذلك المكان من الجان. അവര് പേടിപ്പെടുത്തുന്ന ചില സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ, ആരുമില്ലാത്ത സ്ഥലത്തെത്തിപ്പെട്ടാൽ ആ പ്രദേശത്തെ ജിന്നുകളുടെ അലീമിനോട്, ജിന്നുകളുടെ നേതാവിനോട് അവർ അഭയം തേടും. എന്താ തേടുന്നത്? അൻ യുസീബഹും ബിശൈഇൻ യസൂഉഹും, അവർക്ക് പ്രയാസകരമായ വല്ല നിലക്കും വല്ലതും ബാധിക്കുന്നതിൽ നിന്ന് അവർ ഈ ജിന്ന് നേതാവിനോട് കാവലിനെ തേടുമായിരുന്നു. വല്ല ബുദ്ധിമുട്ടും വരുമോ, വല്ല എടുങ്ങാറും വരുമോ എന്ന ബേജാറുണ്ടാകുമ്പോ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജിന്ന് നേതാവിനോട് തേടുന്നു. അല്ല ജിന്നെ എന്നൊന്നും ചെയ്യലട്ടോ എന്ന് പറയല്ല. തനിക്ക് പ്രയാസകരമായ വല്ലതും ബാധിക്കുന്നതിൽ നിന്ന്
ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ ശേഷം കൊടുക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ കാന റജുലു യഖ്റുജു ബി അഹ്ലിഹി ഫയതിയൽ അല്ലാഹ ഫയൻസിലുഹാ, കുടുംബസമേതം യാത്ര പോയി ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അവര് പറയും അഊദു ബി സയ്യിദി ഹാദൽ വാദി മിനൽ ജിന്നി അൻ ഉളറ അന ഫീഹി ഔ മാലി ഔ വലദി ഔ മാശിയതി. അവര് തേടുമെന്ത്? അഊദു ബി സയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയിലെ സയ്യിദിനോട് ഞാൻ കാവലിനെ തേടുന്നു, മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട, അൻ ഉളറ അന ഫീഹി, ഈ താഴ്വരയിൽ വെച്ച് എനിക്ക് വല്ല പ്രയാസങ്ങളും നേരിടുന്നതിൽ നിന്ന്, ഔ മാലി, അല്ലെങ്കിൽ എന്റെ സമ്പത്തില്, ഔ വലദി, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക്, ഔ മാശിയത്തി, അല്ലെങ്കിൽ എന്റെ കന്നുകാലികൾക്ക്. എനിക്കോ എന്റെ സമ്പത്തിനോ എന്റെ മക്കൾക്കോ എന്റെ കന്നുകാലികൾക്കോ വല്ല ദുരിതങ്ങളും, അൻ ഉളറ, വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ജിന്ന് നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് അവർ തേടുമായിരുന്നു. ആ തേട്ടം തീർച്ചയായും ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയം ആ വിഷയത്തിൽ ഇല്ല.